വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ട രീതി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഉപയോഗിക്കുക. ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതേപോലെ തന്നെ പുതിയ മുടികൾ കിളിർക്കാനായാലും മുടിയുടെ വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഷാമ്പു കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുടി സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു കുഞ്ഞു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആവണക്കെണ്ണയാണ്. അപ്പോൾ നമ്മൾ കാച്ചെണ്ണയുടെ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയായിട്ട് വേണം ആവണക്കെണ്ണ എടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആവണക്കെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി വളർച്ചയെ ഏറ്റവും സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. ഇത് നമുക്ക് പക്ഷേ ഡയറക്റ്റായിട്ട് മുടിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ 10 ചുവന്നുള്ളിയോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ജ്യൂസ് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി വേണ്ടത് അലോവേരയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒരു മഞ്ഞ ലിക്വിഡ് കാണും. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ജെല്ല് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലും അതേപോലെ തന്നെ ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിക്ക് പകരമായിട്ട് ഒരു സബോള എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഈ 2 സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലായാലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫ്രഷ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ആവണക്കെണ്ണയും അതേപോലെ തന്നെ കാച്ചെണ്ണയുടെ മിക്സിയിലേക്ക് ഈ ഒരു അരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും അതേപോലെ തന്നെ കറ്റാർവാഴയുടെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾക്ക് കൈയ്യേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ്, അതായത് ചെറിയ രീതിയിലൊരു ക്രീം പോലെ നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ടല്ല, ചെറിയ രീതിയിൽ ഈ ഒരു എണ്ണയൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ എന്തെങ്കിലും ജടയൊക്കെ ഇട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെ പല്ല് അകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കളയാം കേട്ടോ. അപ്പം നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അധികം ജടയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഒന്ന് ജടയൊക്കെ കളഞ്ഞെടുക്കുക. അതിന് ശേഷം ഈ ഒരു ഓയിലിൻ്റെ മിക്സ് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ തേച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പ് ഓരോ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് വേണം ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും ഓയിലൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടായാലും മുടിയുടെ വളർച്ച കൂട്ടാനും മുടിക്ക് അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടത്തും ഇതേപോലെ ആവുന്ന രീതിയിൽ ഈ ഒരു എണ്ണയുടെ മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ചേർത്തിട്ടുള്ള ചുവന്നുള്ളി ആയാലും അതേപോലെ തന്നെ അലോവേര ആയാലും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് മുടിയുടെ വളർച്ച കൂട്ടാനായിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള 2 സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഈ മഞ്ഞുകാലത്ത് ഇതുപോലെ അലോവേര ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു അലോവേര കൊണ്ട് സാധിക്കും. നന്നായിട്ട് മുടി കൊഴിയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിനീര് ഇതേപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ എണ്ണ ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് ചെയ്തത്. അപ്പോൾ പിന്നീട് കുറച്ച് എണ്ണ ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിനീര് തേക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നീറ്റൽ പോലെ ഉണ്ടാവും. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു നീറ്റലും പുകച്ചലും ഒക്കെ നന്നായിട്ട് കുറയും കേട്ടോ.
അപ്പോൾ ഇനി ഈ ഒരു എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതേപോലെ തന്നെ ഓയിലും അതുപോലെ ഉള്ളിനീരും അലോവേര ജെല്ലൊക്കെ നന്നായിട്ട് നമ്മുടെ മുടിയുടെ വേരുകളിലേക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും. ഈ മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതേ നമ്മുടെ മുടി ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കെട്ടി വെക്കാം. ഇന്ന് നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തല കഴുകുന്നത്. സാധാരണ രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 10ഓളം ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് എന്താണെന്നറിയില്ല, ചെമ്പരത്തി പൂവൊന്നും കിട്ടിയില്ല. 2 എണ്ണം കിട്ടിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഷാമ്പു ആണ് ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ ഒരു വെള്ളം ചെറുതായിട്ട് ഒരു കട്ടിയുള്ള കൊഴുത്ത വെള്ളം പോലെയാവും. അപ്പോൾ അതുവരെ ആവണ അനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതേ ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പച്ചയും അതേപോലെ തന്നെ ആ ചെമ്പരത്തിയുടെ കളറും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഈ ഒരു മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം നമുക്ക് എത്രത്തോളം ഷാമ്പു വേണം അതിനനുസരിച്ച് ഈ ഒരു മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റിയേക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇപ്പം ഇതിൻ്റെ കളറ് നല്ലൊരു ചെമ്പരത്തി പൂവിൻ്റെ അതേ കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഷാമ്പു ഒഴിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡവിൻ്റെ ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയും അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുടിയെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി എന്തായാലും ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ മുടിയുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് ഉള്ള ചെളിയും അതേപോലെ എണ്ണ അഴുക്കൊക്കെ കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നന്നായിട്ട് നമ്മുടെ എണ്ണയൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മുടിയൊക്കെ നല്ല രീതിക്ക് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതേപോലെ തന്നെ ആവണക്കെണ്ണ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എത്ര വലിയ മുടി കൊഴിച്ചാലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും മുടി വളരുന്നില്ല എന്നൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് മുടി കൊഴിച്ചിലും കളയും. അതോടൊപ്പം തന്നെ നന്നായിട്ട് നമുക്ക് മുടി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന രീതിയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക. അതേപോലെ തന്നെ ആവണക്കിനെയും ഷാമ്പും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന രീതി തന്നെയാണ്. അപ്പോൾ മറക്കാതെ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യുക.